അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. മുഖ്യ അതിഥിയായി നടൻ മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തി. മോഹൻലാലും കമൽഹാസനും ചടങ്ങിൽ എത്തില്ല. ആർ ബി സനൂപ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ആർ ബി സനൂപ്, ഈ രണ്ടുപേർ എന്തുകൊണ്ടാണ് ചടങ്ങിൽ എത്താത്തത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചോ? ചടങ്ങ് തുടങ്ങാറായോ? മറ്റു വിശദാംശങ്ങൾ? അജയ്, കൃത്യം 4 മണിക്ക് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അതിദരിദ്രമുക്ത കേരളം എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താൻ പോകുന്നത്. അതിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും എന്നായിരുന്നു നോട്ടീസിൽ ഇറക്കിയത്. പക്ഷേ അതിൽ മമ്മൂട്ടി മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. അദ്ദേഹം രാവിലെ എയർപോർട്ടിലെത്തുകയും അവിടെ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ അദ്ദേഹത്തിനെ സ്വീകരിച്ച് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മോഹൻലാലും കമൽഹാസനും അസൗകര്യം കാരണം വരില്ല എന്നുള്ള കാര്യം സർക്കാരിനെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 4 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ കേരളം നടത്താൻ പോകുന്നത്. ഇന്ന് കേരള പിറവിയാണ്. കേരളം പിറവിയെടുത്ത ദിവസം തന്നെ ഒരു വലിയ പ്രഖ്യാപനം കൂടി കേരള സർക്കാർ നടത്തുകയാണ്. അതിദരിദ്രമുക്ത കേരളം. 1970-75 കാലഘട്ടത്തിലൊക്കെ അന്ന് ജനസംഖ്യയുടെ 60% ദരിദ്രരേഖയ്ക്ക് താഴെ ഉള്ളവരാണ്. പക്ഷേ പിന്നീട് കേരളം കൈവരിച്ച ഓരോ നേട്ടങ്ങളിലൂടെ അത് കുറച്ചുകൊണ്ടുവന്ന് അങ്ങനെ 2023 എത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് 0.55% എത്തിക്കാൻ കഴിഞ്ഞു. അതുകൂടി കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയത്. അങ്ങനെയാണ് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഈ അതിദരിദ്രമുക്തമാക്കി കേരളത്തെ മാറ്റണം എന്നുള്ളൊരു തീരുമാനം കൈക്കൊണ്ടത്. അത് ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ തീരുമാനം എടുക്കുകയും ചെയ്തു. 2022 മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാണ് ഈ അതിദരിദ്രരെ ഈ കണ്ടെത്താൻ വേണ്ടി സംസ്ഥാനം പോയത്. അതൊന്ന് ഭക്ഷണ ലഭ്യത, ആരോഗ്യം, അതേപോലെ വരുമാനം, വാസസ്ഥലം. ഈ 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിൽ ബന്ധപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ 1032 തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയിലാണ് 64,006 കുടുംബങ്ങൾ ഈ പട്ടികയിലുണ്ട് എന്ന് കണ്ടെത്തുകയും അതിൽ തന്നെ 1,03,099 വ്യക്തികളാണ് അതിദരിദ്രരെന്ന് കണ്ടെത്തുകയും ചെയ്തത്. പിന്നീട് കുറെ കൂടെ ഈ പട്ടിക പരിശോധിക്കുകയും മരണപ്പെട്ടവർ, അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയവർ, ഒരേ 2 തദ്ദേശ സ്ഥാപന പട്ടികയിലേക്ക് ഉൾപ്പെട്ടവർ, അങ്ങനെ അതെല്ലാം തന്നെ ക്രോഡീകരിച്ച് മാറ്റിയ ശേഷം ആണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ 20,648 കുടുംബങ്ങൾക്ക് ഭക്ഷണം പോലും ലഭ്യമല്ല എന്നുള്ളൊരു കണ്ടെത്തൽ ഈ പട്ടിക വഴി നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെയാണ് 2022 മുതൽ ഇതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ, ഈ കുടുംബത്തിലെ വ്യക്തികൾക്കൊക്കെ തന്നെ ഭക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചു തുടങ്ങി. ഈ ജനകീയ ഹോട്ടലുകൾ, അതേപോലെ കുടുംബശ്രീ, അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ പറയുന്ന കുടുംബങ്ങൾക്കൊക്കെ ഭക്ഷണം എത്തിക്കാൻ വേണ്ടി സർക്കാർ പ്രയത്നിച്ചു. ആദ്യഘട്ടത്തിൽ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് സർക്കാർ അതിദരിദ്രമുക്ത പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതായത് പൈലറ്റ് പദ്ധതിയായിട്ട് തെരഞ്ഞെടുത്തത് വടക്കാഞ്ചേരി നഗരസഭ, അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തിരുനെല്ലി പഞ്ചായത്ത്. ഈ 3 ഇത് പരീക്ഷിച്ച് വിജയം കണ്ടതിന് ശേഷമാണ് സംസ്ഥാനത്ത് ഉടനീളം ആ പദ്ധതി വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഭക്ഷണം പോലും ലഭ്യമല്ലാത്തവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ട നടപടികൾ തന്നെ ആരംഭിച്ചത്. അതിനോടൊപ്പം വീട് ഇല്ലാത്തവരുണ്ടായിരുന്നു. ആ വീടില്ലാത്തവരുടെ പട്ടികയും കണ്ടെത്തി അവർക്ക് വേണ്ടി 4,677 വീടുകൾ ആണ് വേണ്ടതെന്ന് കണ്ടെത്തുകയും അതിൽ 4,005 വീടുകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ 672 വീടുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതേപോലെ പുനരധിവാസം ഉറപ്പാക്കാൻ വേണ്ടവർ, അതുപോലെ വീടുകൾ പുതുക്കി പണിയേണ്ടവർ, അവരുടെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് ഇന്നിപ്പോൾ ഈ നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ ഇപ്പോൾ ഈ അതിദരിദ്ര മുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. വിപുലമായിട്ടുള്ള ചടങ്ങുകളാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോരുത്തരെയും ഇവിടേക്ക് കയറ്റി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. വലിയ പൂച്ചൻ പന്തലാണ്. 10,000-ഓളം പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പന്തലടക്കമുള്ളവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും പ്രതികരണം കൂടി തേടാൻ മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിദരിദ്രമുക്ത സംസ്ഥാനം എന്നുള്ളൊരു പദവിയിലേക്ക് കേരളം എത്താൻ പോവുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു മഹത്തായ നേട്ടത്തെ? ഈ മഹത്തായ നേട്ടത്തെ എങ്ങനെ കാണുന്നു? അതിദരിദ്രമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ഈ ഒരു നേട്ടത്തെ എങ്ങനെ കാണുന്നു അങ്ങ്? ഇത് വലിയ നേട്ടമല്ലേ? നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത നേട്ടമാണ്. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി, 69 വർഷമായി കേരളത്തിൽ പിറവിക്ക്. ഈ 69ാമത് വാർഷികത്തിൽ
നമ്മുടെ കേരളത്തിൽ അതിദരിദ്രരായി ആരുമില്ല എന്ന അവസ്ഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് വാസയോഗ്യമായ വീടും ഭൂമിയും തൊഴിലും ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നടപടിയാണ് ഇതിലൂടെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിശ്രമത്തോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ അകമഴിഞ്ഞ പിന്തുണയും അതിനുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് 64,006 ആളുകൾ ഇന്ന് അതിദരിദ്രരല്ലാത്ത വിധത്തിൽ സാമാന്യേന ജീവിക്കാൻ കഴിയുന്ന, ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന, തൊഴിലവസരങ്ങളുള്ളവരായി മാറ്റാൻ കഴിഞ്ഞു. അത് കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ്. അത് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ നേട്ടമായി രാജ്യത്തെ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ്. വലിയ നേട്ടമായിട്ട് എല്ലാവരും ഈ ഒരു പരിപാടിയെ കാണുന്നുണ്ട്. മറുവശത്താണെങ്കിൽ പ്രതിപക്ഷമടക്കം വലിയ രീതിയിലുള്ള വിമർശനവുമായിട്ട് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ പ്രത്യേക നിയമസഭാ സമ്മേളനം അടക്കം ചേർന്നിരുന്നു. അവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് 1000 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയത്. പക്ഷേ പദ്ധതി ശുദ്ധ അസംബന്ധം എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും പ്രതിപക്ഷം അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. അതിന് പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കണക്ക് കൂടിയുണ്ട്. ഈ LDFന്റെ പ്രകടന പത്രികയിൽ 4.5 ലക്ഷത്തോളം അതിദരിദ്രർ ഉണ്ട് എന്നുള്ള ഒരു കണക്ക് അവർ പുറത്തുവിട്ടിരുന്നു. പിന്നാലെ മന്ത്രി GR അനിൽ ഈ നിയമസഭയിൽ അടക്കം രേഖകൾ സമർപ്പിച്ചപ്പോൾ അതിൽ 5 ലക്ഷമായിട്ട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിദരിദ്ര പട്ടികയിലേക്ക് വരുമ്പോൾ അത് 64,000 കുറയുന്നു. അത് എങ്ങനെ എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ആദിവാസി കുടുംബങ്ങളെ അടക്കം പൂർണ്ണമായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ വിമർശനമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശുദ്ധ നുണയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി വഴി നടപ്പിലാക്കുന്നതാണ് അവർ പറയുന്നത്. ഈ ദരിദ്രരൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായമൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തണമായിരുന്നു. LDFന്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞതുപോലെ തന്നെ അത്രയും കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ ഈ പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷം മാറി നിൽക്കുകയാണ്. അജി.